നമുക്ക് ബാലിന്റെയും ഗോമതിയുടെ ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? അങ്ങനെ ഇന്നത്തെ കഥയില് ധർമ്മനെ വിളിച്ച് വിശേഷങ്ങളൊക്കെ പറയാണ് ഗോമതി. ആ കൂട്ടത്തില് ധർമ്മനോട് ഗോമതി പറഞ്ഞു, ദേവിമോളെ ആനന്ദ് ഇങ്ങോട്ടൊക്കെ കൂട്ടിക്കൊണ്ട് വന്നെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം ധർമ്മം പറഞ്ഞു, അത് നല്ല കാര്യം ചേച്ചി, എന്താണെങ്കിലും ഞങ്ങൾ ഉടനെ തന്നെ അങ്ങോട്ട് വരുമെന്ന് പറയണ. ഉടനെയോ? എടാ, നിങ്ങൾ 3-5 ദിവസത്തോടെ കഴിഞ്ഞിട്ട് വന്നാൽ മതി, ഹണിമൂണിന് പോയിരിക്കുമല്ലേ. അത് ശരിയാവില്ല ചേച്ചി, സുകന്യക്ക് ചെറിയ ജലദോഷമൊക്കെ ഉണ്ട്, പനി പിടിക്കുമെന്നൊരു സംശയമുണ്ട്. ഓ, അങ്ങനെയാണല്ലേ? അതെ, അതുകൊണ്ട് അങ്ങോട്ടേക്ക് വരാന്ന് വെച്ചു. എടാ, എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട്? അന്നൊരു കാര്യം ചെയ്യ, നീ സുകന്യക്കൊന്ന് ഫോൺ കൊടുക്ക്. അത് സാരില്ലേ ചേച്ചി, വെച്ചോ, വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. അതും പറഞ്ഞ് ധർമ്മം കോള് കട്ട് ചെയ്തു. പിന്നീട് സുകന്യയോട് വന്നിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഇന്ന് രാത്രി തന്നെ നമുക്ക് പോണോ? പോയേക്കാന്ന് പറയണ. ഇതെന്താ ധർമ്മേട്ട എങ്ങനെ പറയണേ? ഇന്ന് രാത്രി പോണമെന്നൊന്നും ഞാൻ പറഞ്ഞല്ലോ. അതെ, ഇന്ന് രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് നാളെ പോയാൽ മതി, ഇത്ര ധൃതി പിടിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ലെന്ന് പറഞ്ഞു. ധർമ്മൻ അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അങ്ങനെ പിറ്റേ ദിവസമായി. ബാലൻ കടയിലാണ്. അങ്ങനെ കടയില് പൈസയൊക്കെ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് രാമേണ്ണൻ കൂടെ വന്നിട്ട് പറഞ്ഞു, അല്ല ബാല, ഈ ക്രിസ്മസ് ബമ്പറിന്റെ ഒക്കെ കാലം കഴിഞ്ഞു എന്ന് ചോദിക്കുവാണ്. ക്രിസ്മസ് ബമ്പറിന്റെയോ? അല്ല, ക്രിസ്മസ് ടിക്കറ്റ് ഒക്കെ കഴിഞ്ഞ് കാണുമായിരിക്കോ? എന്താ രാമേട്ട, രാമേട്ടന് ഇനിയിപ്പൊ ലോട്ടറി എടുക്കാനാണോ? ലോട്ടറി അടിക്കുമെന്ന് നോക്കാനാണോ? അയ്യോ, എനിക്കല്ല, ആ ഉദയഭാനു ഇല്ലേ, അയാളെ കൊണ്ടൊരെണ്ണം ഇടിപ്പിക്കാനായിരുന്നു പറഞ്ഞു. ഇത് കേട്ടപ്പോഴത്തേനും ബാലൻ ചോദിച്ചു, അതെന്താ? അല്ല, അയാൾക്ക് ഇപ്പോഴേ ഉച്ചയിൽ ശുക്രൻ ഉദിച്ചിരിക്കുന്ന സമയല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കിയേ. അയാളുടെ ചതിയെല്ലാം നീ അറിഞ്ഞില്ലേ ബാല? എന്താണെങ്കിലും അധികം വൈകാതെ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പൊളിച്ചെടുക്കണമെന്ന് വിചാരിച്ചിരിക്കണ സമയത്തല്ലേ ശ്രീദേവി പ്രഗ്നന്റ് ആയത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇനിയിപ്പൊ നിന്റെ പ്ലാൻ എന്താ? ഇത് കേട്ടപ്പോ ബാലൻ പറഞ്ഞു, അല്ല, ഇങ്ങനൊരു സാഹചര്യത്തില് എനിക്കതൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ, അതാ പറഞ്ഞത്. അയാളുടെ മോള് ഗർഭിണിയായത് അയാളുടെ ഭാഗ്യം, അല്ലായിരുന്നെങ്കിൽ അയാളുടെ കള്ളത്തരങ്ങളൊക്കെ പിടികൂടില്ലായിരുന്നോ? നീ എല്ലാം പൊളിച്ചെടുക്കില്ലായിരുന്നോ? ശരിക്കും അതാ ഞാൻ പറഞ്ഞ, അയാളിപ്പോ ലോട്ടറി എടുക്കുമായിരുന്നെങ്കിൽ അടിച്ചേനൊന്ന്. ലോട്ടറി അടിച്ച ഭാഗ്യമല്ല അയാൾക്ക് കിട്ടിയിരിക്കുന്നേ. അത് കേട്ടതും ബാലൻ പറഞ്ഞു, അതൊക്കെ ശരിയാ രാമേട്ട, പക്ഷേ എങ്കില് രാമേട്ടൻ അറിയാലോ, എന്റെ മകൻ ആനന്ദിന്റെ കുഞ്ഞല്ലേ അവളുടെ വയറ്റുള്ള, ദേവിയുടെ വയറ്റുള്ള. അല്ല, ഇനിയിപ്പം ദേവിയുടെ കാര്യത്തിൽ നിന്റെ തീരുമാനം എന്താ? അവളെ ഞാൻ ഈ കാര്യത്തിലൊന്നും വിഷമിപ്പിക്കില്ല, അവളോടൊന്നും ഞാൻ പറയാനും പോകുന്നില്ല. രാമേട്ടൻ പറഞ്ഞു, ചിലപ്പോഴേ ഈ പറയുന്ന ദേവി ഇതിനൊക്കെ കൂട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഉണ്ടായിരിക്കും. അയാൾ ചിലപ്പോൾ എന്തെങ്കിലും ഭീഷണി പറഞ്ഞ് ഭീഷണിപ്പെടുത്തി വെച്ചിരിക്കുമായിരിക്കും. വേറെ ഗത്യന്തരം ഇല്ലാതെ ആയിരിക്കും ദേവി ഈ കാര്യത്തിനൊക്കെ കൂട്ടു നിന്നിരിക്കുന്നത്, അച്ഛന്റെ ചതിക്ക് കൂട്ടു നിന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പക്ഷെ അവൾക്ക് കാര്യങ്ങളൊന്നും അറിയത്തുണ്ടായിരിക്കില്ല, അങ്ങനെ എന്തേലുമൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞു. ബാലൻ പറഞ്ഞു, എന്താണെങ്കിലും ഞാനൊരു കാര്യം തീരുമാനിച്ചു, ദേവി ഞാനും മനസ്സ് വേദനിപ്പിക്കാൻ പോകുന്നില്ല. എന്റെ മകന്റെ കുഞ്ഞുള്ളിടത്തോളം കാലം എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ, ഞാൻ അവളെ നന്നായിട്ട് നോക്കണ്ടേന്നൊക്കെ ബാലൻ പറഞ്ഞു. പിന്നീട് ബാലൻ രാമേട്ടനോട് ചോദിച്ചു, അല്ല രാമേട്ട, ആ ഹോട്ടലില് പലചരക്ക് സാധനങ്ങൾ കൊടുത്തായിരുന്നെന്ന് ചോദിച്ചു. ഇല്ലാന്ന് പറയണം. എന്നാ ഞാനൊന്ന് വിളിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കാൻ തുടങ്ങുവാണ്. അപ്പോഴേക്കും രാമേട്ടൻ ചോദിച്ചു, അല്ല ബാല, ഒരു കാര്യം ഞാൻ ചോദിക്കാൻ വിട്ടുപോയി. എന്താ? ഈ സുകന്യയെ കുറിച്ച് നീ വല്ല അന്വേഷിച്ചായിരുന്നെന്ന് ചോദിച്ചു. പെട്ടെന്ന് ബാലൻ ചോദിച്ചു, അതെന്താ രാമേട്ട അങ്ങനെ പറഞ്ഞേ? അല്ല, ഈ പറയുന്ന കൃഷ്ണമംഗലങ്കാരൻ കൊണ്ടുവന്ന ആലോചനയാണല്ലോ, പോരാത്തന്നെ അച്യുതന്റെ ബന്ധുവും കൂടെ ആണെന്ന് പറയുന്നത് സുകന്യ. അപ്പൊ അതിനെക്കുറിച്ചൊന്ന് ഒന്ന് അന്വേഷിച്ചിരിക്കുന്നതല്ലേ നല്ലത്. ഞാൻ എന്താണല്ലോ അന്വേഷിക്കാനൊന്നും പോകുന്നില്ല. ധർമ്മൻ ആ സാഹചര്യത്തില് ഒരു പെണ്ണ് വന്നല്ലോ, അത് എങ്ങനെ എന്താന്ന് ഞാൻ പിന്നെ കിള്ളിക്കഴിഞ്ഞ് നോക്കാനൊന്നും പോയില്ല. അത് കേട്ടപ്പോ രാമേട്ടൻ പറഞ്ഞു, ഒന്ന് അന്വേഷിച്ചിരിക്കുന്നത് നല്ലതാ, കാരണം കൃഷ്ണമംഗലങ്കാരിലെ ആൾക്കാര് എങ്ങനെയുള്ള പെണ്ണാ എന്താണെന്നും അറിയത്തില്ലോ. അപ്പോഴേക്കും ബാലൻ പറഞ്ഞു, അത് ശരിയാ, ചിലപ്പോ അവളുടെ സ്വഭാവത്തിൽ ഇച്ചിരി വ്യത്യാസമൊക്കെ കാണുമായിരിക്കും, സാരമില്ല, ദേവമംഗലത്ത് നിന്ന് കുറച്ച് കഴിയുമ്പത്തേനും അതൊക്കെ ഓക്കെ ആയിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോഴേക്കുമാണ് ആകാശം അങ്ങോട്ടേക്ക് വരുന്നത്. ആകാശം ഒന്ന് അകത്തേക്ക് കയറി പോണ സമയത്ത് രാമേട്ടൻ ചോദിച്ചു, അല്ല ബാല, അവര് ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞ് എന്നാ വരുന്നേ? അതറിയത്തില്ല, 1-2 ദിവസം ചിലപ്പോ കഴിയായിരിക്കും, ചിലപ്പോ നാളെ എത്തുമായിരിക്കും എന്ന് പറയണം. പിന്നീട് ബാലൻ പറഞ്ഞു, അതെ, ഇനിയിപ്പം ധർമ്മം വരാനായിട്ട് താമസം ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല, അവന് ഹണിമൂണിനൊക്കെ പോയിരിക്കല്ലേ. അത് മാത്രല്ല, വന്നാലും അവന് വിരുന്നിന് പോകാനൊക്കെ ഉണ്ടല്ലോ, അപ്പൊ കടയിൽ ആള് വേണം കേട്ടോ രാമേട്ട. രാമേട്ടന് കാര്യം മനസ്സിലായി എന്താന്ന്. അത് ആകാശിനോട് പറഞ്ഞ കാര്യമാണ്. പിന്നീട് ബാലൻ അങ്ങോട്ട് ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പോഴത്തേനും ആകാശ് ദേഷ്യത്തോടെ രാമേട്ടനോട് പറഞ്ഞു, അച്ഛൻ എന്തേലും എന്നോട് പറയാനുണ്ടെങ്കിൽ അതെന്നോട് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരെ, അതിന് ഇങ്ങനെ പറയേണ്ട കാര്യമുണ്ടോ? രാമേട്ടനോട് പറയേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചു. രാമേട്ടൻ പറഞ്ഞു, നീ ഇതുപോലൊക്കെ തന്നെയല്ലേ, നിന്റെ അച്ഛനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നീ എന്നോട് പറയാറില്ലേ ഉള്ളൂ, നേരിട്ട് പറയാറുണ്ടോ എന്ന് ചോദിച്ചു. അതുപോലെ തന്നെ നിന്റെ അച്ഛനും, രണ്ടുപേരുടെ സ്വഭാവത്തിനൊരു മാറ്റമില്ല എന്ന് പറഞ്ഞു. ആകാശ് പിന്നെ ഒന്നും മിണ്ടിയില്ല. ആകാശിന് മനസ്സിലായി പറഞ്ഞിട്ടും കാര്യമില്ലാന്ന്.
പിന്നീട് ശ്രീദേവി ഒരു ബക്കറ്റിനകത്ത് കുറച്ച് തുണിയൊക്കെ ആയിട്ട് അങ്ങോട്ട് വരുമ്പോഴത്തേരും ഗോമതി അത് കണ്ടു. ഗോമതി ചെടി നനച്ചോണ്ടിരിക്കുക. പെട്ടെന്ന് ഗോമതി അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, ഓഹോ, അപ്പൊ എന്റെ വാക്കിനൊരു വിലയില്ലല്ലേ, ഞാൻ പറഞ്ഞൊന്നും അനുസരിക്കില്ലല്ലേ, എന്ത് വെള്ളം ആയിക്കോ, എനിക്കൊരു പ്രശ്നമില്ല, അല്ലെങ്കിൽ ഞാൻ ആരാ. ഇതൊക്കെ കേട്ടപ്പോ ശ്രീദേവി ഒരു നിമിഷം ഞെട്ടിപ്പോയി. ദൈവമേ, തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ അമ്മ അറിഞ്ഞോ, ആനന്ദേട്ടൻ അമ്മയോട് പറഞ്ഞോ എന്നൊരു ചിന്തയായിരുന്നു ശ്രീദേവിയുടെ മനസ്സിൽ. അല്ല എന്താ അമ്മേ, അതെ കൂടുതലൊന്നും പറയണ്ട, എനിക്കിപ്പോ എല്ലാം മനസ്സിലായി, എന്റെ വാക്കിനൊരു വിലയില്ലെന്ന്. ഇതൊക്കെ കേട്ടോണ്ട് അകത്തുനിന്ന് മീനാക്ഷിയും ഇത്ര ഓടി ഇറങ്ങി വന്നു. അല്ല എന്താ അമ്മേ, എന്താ കാര്യം എന്താന്നൊക്കെ ചോദിക്കുവാണ്. ശ്രീദേവി പറഞ്ഞു, എനിക്കറിയില്ല, അമ്മ എന്നോട് എന്തൊക്കെയോ പറയണു. ആ സമയം ഗോമതി ഇതെന്താ കയ്യില്? അത് പിന്നെ കഴുകാനുള്ള തുണിയാ. തുണിയാന്ന് മനസ്സിലായി, ഇതെന്തിനാ ഇപ്പൊ എടുത്തോണ്ട് വന്നേന്ന്? അതെനിക്ക് കഴുകാനായിട്ട്. അതെ, ഗർഭിണിയായിരിക്കണ സമയത്ത് ഇതൊന്നും കഴുകാൻ പാടില്ലെന്ന് അറിയത്തില്ലേ, ഇങ്ങ് തരാനും പറഞ്ഞ് അതും കൂടെ മേടിച്ചു. ഇതൊക്കെ ഞാൻ പ്രത്യേകിച്ച് തരേണ്ട കാര്യമുണ്ടോ? ഈ സമയത്തെ കുറച്ച് റെസ്റ്റ് എടുക്കണം, അറിയാലോ. അത് കേട്ടപ്പോ ദേവി പറഞ്ഞു, അതമ്മേ, ഇത് ചെറിയ പണിയല്ലേ, കുഞ്ഞു ജോലിയല്ലേ, എനിക്ക് ചെയ്യാവുന്നല്ലേ ഉള്ളൂ. ചെറിയ ജോലിയാണ് പോലും, അതേ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്നുള്ള ഓർമ്മ വേണം. ആ ഒരു ചിന്തയോടെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ മീനാക്ഷിയും ഇത്രയും പരസ്പരം നോക്കി. പിന്നീട് മീനാക്ഷി പറഞ്ഞു, ഓ, ജനിക്കുവാണെങ്കിൽ ഗർഭിണിയായിട്ട് ജനിക്കണം. അത് കേട്ടപ്പോ മിത്ര പറഞ്ഞു, അത് ശരിയാ, എന്താ സുഖമല്ലേ. അതെ കണ്ടോ, ജോലി ഒന്നും ചെയ്യണ്ട. മിത്ര പറഞ്ഞു, ആ സമയത്തിനിരുന്ന് കഴിക്കാം, കഴിച്ചില്ലേലായിരിക്കും വഴക്ക് കിട്ടുന്നേ, എന്ത് സുഖിച്ചങ്ങ് ഇരിക്കാന്ന് പറയാണ്. അപ്പോഴേക്കും ഗോമതി പറഞ്ഞു, അതെ, ഇതെല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. ദേവമോൾക്ക് മാത്രമല്ല, നിങ്ങളൊക്കെ പിന്നെ എന്താ, അല്ല ആദ്യം കല്യാണം കഴിഞ്ഞല്ലേ, എന്നിട്ടോ ജോലി വേണം, അല്ലെങ്കിൽ അതുപോലെ തന്നെ പഠിപ്പ കാര്യങ്ങളാന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചിട്ടല്ലേ, അല്ലെങ്കിലോ ഇപ്പൊ എന്താവുമായിരുന്നു. ഇത് കേട്ട കഴിഞ്ഞപ്പത്തിന് മീനാക്ഷി മിത്രോട് പറഞ്ഞു, ഇതെന്താ മത്സരമാണോന്ന് ചോദിച്ചു. മിത്ര പറഞ്ഞു, അതെ, എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട്. കോമതി പറഞ്ഞു, വേണ്ട വേണ്ട, കൂടുതൽ കളിയാക്കൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ആ സമയത്ത് ശ്രീദേവി പറഞ്ഞു, അമ്മേ സാരമില്ല, തുണി ഇങ്ങോട്ട് കൊണ്ടുപോകാൻ, ഞാൻ കഴുകാന്ന് പറയണം. പെട്ടെന്ന് ഗോമതി അത് മീനാക്ഷിയോടും മിത്രയോടും കഴിയാൻ പറയണം. നിങ്ങളൊരു കാര്യം ചെയ്യുക, ഈ തുണി അങ്ങോട്ട് കൊണ്ട് കഴുകിയിടാൻ പറഞ്ഞു. ഞങ്ങള് കഴിയാനോ? ഓ, അമ്മയുടെ പറച്ചിലൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ഞങ്ങള് കരുതി അമ്മ കഴുകുമായിരിക്കുന്നു, എന്നിട്ടിപ്പൊ ഞങ്ങള് കഴുകാനായിട്ടോ, കൊള്ളാം, നല്ല കഥയായി. അപ്പോഴേക്കും ശ്രീദേവിക്ക് ഭയങ്കര ടെൻഷനായി. ശ്രീദേവി പറഞ്ഞു, അമ്മേ എന്റെ തുണിയല്ല, ഞാൻ കഴുകിക്കോളാം. മീനാക്ഷി പറഞ്ഞു, ഞങ്ങള് വെറുതെ ഒരു തമാശ പറഞ്ഞില്ല എടുത്തി, അതൊക്കെ ഞങ്ങള് ചെയ്തു തന്നോളാം. മിത്ര പറഞ്ഞു, അതെ, ദേവി അടുത്തൊരു കുഞ്ഞിനെ കൊഞ്ചിക്കാൻ വേണ്ടി ഞങ്ങളും കാത്തിരിക്കുന്നേ, അതുകൊണ്ട് എന്ത് ജോലി വേണം ഞങ്ങൾ ചെയ്തു തരാം. ഞങ്ങളുടെ പൊന്നു ദേവിയടുത്തില്ലേ, നമ്മൾ മൂന്നും ഒരു കെട്ടല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് ശ്രീദേവിയെ കെട്ടിപ്പിടിച്ചു. മീനാക്ഷിയും ഇത്രയും കൂടെ. അത് കണ്ടപ്പോ ഗോമതി പറഞ്ഞു, ഓ, അപ്പൊ ഞാൻ പിന്നെ ആരായി, ഞാൻ വെറുതെക്കാരിയായല്ലേ. ദേവി പറഞ്ഞു, ഏയ് അമ്മ അങ്ങനെയൊന്നുമില്ല, അമ്മ ഞങ്ങളുടെ ചുന്ദരി അമ്മയല്ലേ, അമ്മ ഞങ്ങളോടൊപ്പം ഇല്ലേ, നമ്മൾ നാലും ഒരു കെട്ടല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവര് കൈ കോർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. ആ സമയത്താണ് സുകന്യയുടെ ധർമ്മന്റെ വരവ്, ഹണിമൂൺ ട്രിപ്പ് കഴിഞ്ഞുള്ള വരവാണ്. അവരെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മീനാക്ഷി ഭയങ്കര സന്തോഷത്തോടുകൂടി ധർമ്മനോട് ചോദിച്ചു, അല്ല മാമ, ഞങ്ങൾക്ക് ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊണ്ടുവന്നില്ലേന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സുകന്യ ഇങ്ങനെ നോക്കി. സുകന്യ നോക്കിയിട്ട് പറഞ്ഞു, അതെ, ഞങ്ങൾ ടൂറ് പോയതൊന്നും അല്ല, ഞങ്ങൾ ഹണിമൂൺ പോയതാ ഗിഫ്റ്റ് കൊണ്ടുവരാനായിട്ട്, അതിനു വേണ്ടി പോയതൊന്നും അല്ല എന്ന് പറയണം. അത് കേട്ടപ്പോ മീനാക്ഷിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. മീനാക്ഷി വല്ലാതെ ആയിപ്പോയി, കാരണം ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചില്ല. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, ഈ സുകന്യയുടെ ഒരു കോമഡി, സുകന്യ എപ്പോഴും ഇങ്ങനെയാന്നേ, ഭയങ്കര കോമഡിയൊക്കെ പറയണേന്നൊക്കെ പറഞ്ഞു. ധർമ്മനെ മനസ്സിലായി മീനാക്ഷിക്ക് വിഷമമായി കാണുന്നു. ആ സമയത്ത് ധർമ്മം പറഞ്ഞു, അതെ, ദേവിക്ക് ഞാൻ സീഡ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയണം, കുറെ സീഡ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. ദേവി എങ്ങനെയാ, സുഖമല്ലേന്നൊക്കെ ധർമ്മം ചോദിച്ചു. അതെ മാമ, സുഖമാന്ന് പറയണം. അത് കേട്ടപ്പോ മീനാക്ഷി പറഞ്ഞു, എന്ത് ചെയ്യാനാ, ഇപ്പൊ ദേവേച്ചിക്ക് ഭയങ്കര സുഖമല്ലേ, ഇപ്പൊ തന്നെ കണ്ടോ, തുണി അളക്കാനായിട്ട് ദേവേച്ചി എടുത്തോണ്ട് വന്നു കഴിഞ്ഞപ്പത്തിനും അമ്മ സമ്മതിച്ചില്ല. ദേവേച്ചി ഇതിനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സമ്മതിക്കുന്നില്ല, അതിന്റെ ഫൈറ്റ് ആയിരുന്നു ഇപ്പൊ ഇവിടെ നടന്നുകൊണ്ടിരുന്നേന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ പറഞ്ഞിരിക്കണ സമയത്ത് സുകന്യ ഒരു അന്താളിപ്പോട് കൂടി ഇങ്ങനെ നോക്കി അവരെയൊക്കെ. എന്നിട്ട് ചോദിച്ചു, അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ടെ, ഈ വീട്ടിൽ ഇന്ന് വരെ ആരും ഗർഭിണി ആയിട്ടില്ലെന്നൊരു ഒറ്റ ചോദ്യമായിരുന്നു. അത് കേട്ടതും മീനാക്ഷി പറഞ്ഞു, ഇല്ല, ഇതാ ആദിത്യ, ശ്രീദേവിയേച്ച പ്രഗ്നന്റ് ആയെന്ന് പറയണം. ഓ, അങ്ങനെയാണല്ലേ, അപ്പൊ നിങ്ങളൊക്കെ എന്താ മാനത്തൊന്ന് പൊട്ടി വീണാണോന്ന് ചോദിച്ചു. ആ ചോദ്യം കേട്ടിഞ്ഞപ്പോ ഗോമതി ശ്രീദേവി എല്ലാരും പരസ്പരം നോക്കുകയാണ്. അവര് പ്രതീക്ഷിച്ചൊരു കാര്യമല്ലല്ലോ സുകന്യ ഇങ്ങനെയൊക്കെ ചോദിക്കും എന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യണമെന്ന് അവർക്കറിയത്തില്ല. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ദേ വീണ്ടും സുകന്യ കോമഡി അടിക്കുന്നു, സുകന്യ എപ്പോഴും ഇങ്ങനെ കോമഡിയാ. സുകന്യ പറഞ്ഞു, ഞാൻ കോമഡി ഒന്നും പറഞ്ഞൊന്നുമല്ല, ഉള്ള സത്യ പറഞ്ഞത്. എന്തിനാ കോമഡി പറയണേ, കോമഡി പറയേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ലല്ലോ. ഗർഭിണിയാന്ന് ഓർത്തോണ്ട് ഇങ്ങനെയൊക്കെ ഇതിന്റെയൊക്കെ ആവശ്യമൊക്കെ ഉണ്ടോ, എനിക്ക് അങ്ങനെയൊന്നും തോന്നില്ല എന്ന് പറഞ്ഞു.
പിന്നീട് ഗോമതി പറഞ്ഞു, അതെ സുകന്യ വിഷമിക്കൊന്നും വേണ്ട. സുകന്യ ഇനിയിപ്പോ അധികം വൈകാതെ തന്നെ ഗർഭിണിയാവുമല്ലോ. ഇതുപോലെ ദേവിക്ക് കൊടുത്തിട്ട് പരിചരണ കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ സുകന്യക്ക് ഞങ്ങൾ തന്നോളാന്ന് പറയണം. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, പരിചരണം അതെ, ഇപ്പൊ ഞാൻ കുഞ്ഞുങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു പോലും ഇല്ലാന്ന് പറയണം. അത് കേട്ടപ്പോ എല്ലാവരും അന്താളിപ്പോട് പരസ്പരം നോക്കുകയാണ്. ധർമ്മൻ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കോമതി പറഞ്ഞു, കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. ഇപ്പൊ കുട്ടികൾ വേണ്ടെന്നാ പറഞ്ഞോണ്ടിരുന്നേ. സുകന്യ പറഞ്ഞു, ഞാൻ അങ്ങനെയല്ല, ഒരു 10 വർഷത്തേന് ഇനിയിപ്പം കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നു പോലും ഇല്ലെന്ന് പറയണം. കോമതി പറഞ്ഞു, സുകന്യ വെറുതെ പറയൊന്നും വേണ്ട. ഞാനും ആദ്യം ബാലേട്ടനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു, ഇപ്പൊ കുട്ടികൾ വേണ്ടാന്നൊക്കെ. എന്നിട്ട് എന്തായി? 5 കുഞ്ഞുങ്ങളെ ഞാൻ പ്രസവിച്ച് വളർത്തില്ലെന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ സുകന്യ ഗോമതിയെ നോക്കിയിട്ട് പറഞ്ഞു, അത് ശരി തന്നെയാ. പക്ഷേ ഈ 5 കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടുണ്ടെങ്കിൽ അതുങ്ങളെ പോറ്റി വളർത്താനുള്ള ശേഷിയും കാര്യപ്രാപ്തിയും ഒക്കെ ബാലേട്ടനുണ്ടായിരുന്നു. ബാലേട്ടൻ അതിനുള്ള സമ്പത്തൊക്കെ കണ്ടുവച്ചിട്ടുണ്ടായിരുന്നു, നന്നായിട്ട് അധ്വാനിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്റെ ഭർത്താവിന് അതില്ലാന്ന് പറയണം. ഒരു നിമിഷം ധർമ്മനൊന്ന് ഞെട്ടി. അവിടെ നിന്നോർക്ക് വല്ലാതൊരു അവസ്ഥയെപ്പോയി. ശ്രീദേവിക്കും മീനാക്ഷിക്കും മിത്രയ്ക്കും ഒക്കെ ആണെങ്കിലും ഇന്നത്തെ കാലത്തെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചിട്ടാൽ മാത്രം പോരാ, വളർത്താനുള്ള പോറ്റാനുള്ള ശേഷിയും കൂടെ ഉണ്ടായിരിക്കണം. അല്ലാതെ ചുമ്മാ ഇങ്ങനെ ഒന്നുമില്ലാത്ത രീതി വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ കാലത്ത് ഒരു കുട്ടിയെ LKG കൊണ്ട് ചേർക്കണമെങ്കിൽ 4-5 ലക്ഷം രൂപ വേണം. അത് മാത്രമാണോ? നല്ല റേറ്റിംഗിലുള്ള സ്കൂളിൽ ചേർക്കണമെങ്കിൽ അതിനേക്കാളും കൂടുതൽ പൈസയാവും. അപ്പൊ അതിനുള്ള ശേഷിയൊക്കെ ഉണ്ടായിട്ട് മതി കുട്ടികൾ. അല്ലാതെ ഞാൻ എന്താണെങ്കിലും കുട്ടികളെ കുറിച്ച് ചിന്തിക്കുന്നു പോലുമില്ല. അത് കേട്ടപ്പം ധർമ്മനാണെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി. ഗോമതി മീനാക്ഷിയും മിത്രയൊക്കെ പരസ്പരം നോക്കുകയാണ്. പിന്നീട് സുകന്യ പറഞ്ഞു, എന്റെ ഭർത്താവിന് എന്തായാലും അതിനുള്ള ശേഷി എപ്പോഴില്ല. ഈ 3-4 കുഞ്ഞുങ്ങളെയൊക്കെ പോറ്റി വളർത്താനുള്ളത് അതിനുള്ള ശേഷിയും പ്രാപ്തിയൊക്കെ ആയിട്ടോ കുഞ്ഞുങ്ങളെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ. അല്ലെങ്കിലും ജീവിതം അടിച്ചു പൊളിക്കാനുള്ളതല്ലേ, അത് എൻജോയ് ചെയ്യാനുള്ളതാ. കുഞ്ഞുങ്ങളും പ്രാരാബ്ദമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കുറച്ചു കാലം ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ, പിന്നീട് ഏതെങ്കിലും കാലത്ത് വേണമെന്ന് തോന്നുവാണെങ്കിൽ അങ്ങനെ മതി. അല്ലാതെ അതിനെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നു പോലും ഇല്ല ഇപ്പൊ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോ ആകെപ്പാടെ വിഷമായി പോയി ധർമ്മന്. ധർമ്മം പറഞ്ഞു, സുകന്യ വെറുതെ പറഞ്ഞ, ഞാൻ വെറുതെ പറഞ്ഞൊന്നുമല്ല, കാര്യമായിട്ട് പറഞ്ഞ. അതും പറഞ്ഞുകൊണ്ട് ബാഗ് എടുത്തോണ്ട് അകത്തേക്ക് അങ്ങോട്ട് കയറി പോവാണ്. ഈ സമയത്ത് ധർമ്മന് ഭയങ്കര വിഷമമായി. ധർമ്മം കയ്യിലിരുന്ന സീഡ്സ് ദേവിയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്താ ദേവി എന്ന് പറയണ. ദേവി ഒരു താങ്ക്സ് പറഞ്ഞു. അതെ സുകന്യ പറഞ്ഞു, നിങ്ങൾ കാര്യമായിട്ട് എടുക്കുമൊന്നും വേണ്ട കേട്ടോ, അവള് വെറുതെ ഒരു തമാശ പറഞ്ഞ. അതും പറഞ്ഞ് ധർമ്മൻ സുകന്യയുടെ പിന്നാലെ അങ്ങോട്ട് പോയി. ആ സമയത്ത് മീനാക്ഷി ഇങ്ങനെ മിത്രനെ ഗോമതിയൊക്കെ നോക്കിയിട്ട് പറഞ്ഞു, ഇപ്പഴെന്താ സംഭവിച്ചേ? ഒരു സുനാമി വന്ന് പോയതുപോലെ തോന്നുന്നുണ്ടല്ലേ എന്ന് ചോദിച്ചു. ഗോമതി പറഞ്ഞു, അത് പിന്നെ ഈ വീട്ടിൽ അവൾക്ക് അങ്ങനെ അത്ര പരിചയം കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, അപ്പൊ അതുകൊണ്ട് അവളുടെ സ്വഭാവം നമുക്കും കൃത്യമായിട്ട് അറിയില്ലല്ലോ. മിത്ര പറഞ്ഞു, എന്നാലും ഇത് കുറച്ച് കൂടുതലാ. പാപം ചെറിയച്ഛന്റെ കാര്യം ഓർക്കുമ്പോൾ സങ്കടം വരുന്നുണ്ട്. അപ്പോഴേക്കും ഗോമതി, സാരമില്ല, ഈ സ്വഭാവമൊക്കെ നമുക്ക് സുകന്യയുടെ മാറ്റിയെടുക്കാം. ഇപ്പോഴിങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവളുടെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതായിരിക്കും. അതൊന്നും അത്ര കാര്യമായിട്ട് എടുക്കണ്ട. ധർമ്മന്റെ കാര്യത്തിലായിരുന്നു അവർക്ക് എല്ലാവർക്കും ടെൻഷൻ. പിന്നീട് ധർമ്മം മുറിയിലേക്ക് ദേഷ്യത്തോടെ അങ്ങോട്ട് വരുവാണ്. വന്നിട്ട് സുകന്യയോട് പറഞ്ഞു, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സുകന്യ പറഞ്ഞു, ആയിക്കോട്ടെ, എവിടെ കസാര എവിടെയെന്ന് ചോദിക്കുവാണ്. കസാരയോ? അല്ലെ ഇരുന്ന് സംസാരിക്കാനായിട്ട് അതിന് കട്ടിലിരിക്കാലോ. ഇതാണോ കട്ടില്? ഇതെന്തോ ഒരു തട്ടിക്കൂട്ട് സാധനം അല്ലേന്ന് ചോദിച്ചു. ധർമ്മയുടെ അന്താളിപ്പോട് ഒരു സുകന്യെ നോക്കി. ആ സമയത്ത് സുകന്യ പറഞ്ഞു, ദേ ധർമ്മേട്ട, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഈ മുറിയിൽ നല്ലൊരു ഫർണിച്ചർ ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യമുണ്ടോ? അടുക്കളയിൽ നല്ലൊരു പാത്രം ഉണ്ട്? ഇതൊന്നുമില്ല. ഞാൻ ഓരോ നിമിഷവും ഈ മുറിയിലാണെങ്കിൽ ശ്വാസം മുട്ടിയെ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നേ. ഒരു ഫാനില്ല, നല്ലൊരു ഫാനില്ല, ഒരു AC ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല. ശരിക്കും ഒന്ന് തുമ്മാൻ പോലും എനിക്ക് പേടിയാ. വീണ്ടും മേൽക്കോരി ഇടിഞ്ഞു വീഴുമെന്നുള്ള പേടി. ഇതിന്റെ ഇടയ്ക്ക് ശ്വാസം മുട്ടി കഴിയുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ കൃഷ്ണമംഗലത്തേക്ക് ഒന്ന് പോകും, ഇച്ചിരി ശുദ്ധവായു ശ്വസിക്കാനായിട്ട്. അവിടെ AC ഉണ്ടല്ലോ, AC യുടെ തണുപ്പൊന്ന് കൊള്ളാനായിട്ട്. ആ സമയത്ത് എന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ധർമ്മന് നല്ല ടെൻഷനായി, നല്ല സങ്കടമായി. അപ്പോഴേക്കും ധർമ്മം പറഞ്ഞു, ദേ സുകന്യെ, നീ വെറുതെ വിഷയം മാറ്റിക്കൊണ്ട് പോവാൻ ശ്രമിക്കണ്ട, എനിക്കറിയാന്ന് പറയണം. ആ സമയം സുകന്യ പറഞ്ഞു, ഞാൻ പറഞ്ഞ് ശരിയായിട്ടുള്ള കാര്യമല്ലേ, അതിലെന്താ തെറ്റിരിക്കണേ എന്നും പറഞ്ഞുകൊണ്ട് ആ കട്ടിലേക്ക് അങ്ങോട്ട് പോയിരുന്നു. എന്നിട്ട് പറഞ്ഞു, നീ ധർമ്മേട്ടൻ പറ, ധർമ്മേണ്ട പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ പറ. സുകന്യെ, നീ എന്താണെങ്കിലും ദേവിയോടും ഗോമതി ചേച്ചിയോടും അങ്ങനെ പറഞ്ഞു ഒട്ടും ശരിയായില്ല. എങ്ങനെ? അല്ല, ഇപ്പൊ കുട്ടികൾ വേണ്ട, കുട്ടികളെ വളർത്തണമെങ്കിൽ അങ്ങനെയാ ഇങ്ങനെയാ ബുദ്ധിമുട്ടാ കാര്യങ്ങളാന്നൊക്കെ. ഓ, അതാണോ കാര്യം? അതെ, ഞാൻ പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടെന്ന് എനിക്ക് തോന്നില്ല. അതെന്താ സുകന്യ അങ്ങനെ പറഞ്ഞേ? ഞാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്റെ ധർമ്മേന്റെ കുഞ്ഞായിട്ട്
നമ്മുടെ മക്കളെ വളർത്തണമെന്നാ, അല്ലാതെ കാക്കത്തൊള്ളായിരത്തിൽ ഒരാളായിട്ട് വളർത്തണം എന്നല്ല. കോമഡി സ്റ്റാർസ് ബാലിന്റെ കെയർ ഓഫിൽ വളർത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് എന്റെ കുഞ്ഞിനെ നല്ലതായിട്ട് വളർത്തണമെന്നുണ്ട്. അവൻ വളർന്ന് വലുതായി കഴിയുമ്പോൾ കോമഡി സ്റ്റോഴ്സിൽ പലചരക്ക് സാധനങ്ങൾ പൊതിഞ്ഞു വിടാനല്ല ഞാൻ വളർത്തിക്കൊണ്ട് വരുന്നേ. അപ്പൊ അതിനുള്ള സെറ്റപ്പായിട്ട് നമുക്ക് കുഞ്ഞുങ്ങൾ മതി, മനസ്സിലായാലോ? അല്ലാതെ വെറുതെ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് പെറ്റുണ്ടാക്കിയിട്ടൊന്നൊരു കാര്യമില്ല. എന്നെ ഒന്നും അതിന് കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ധർമ്മൻ പറഞ്ഞു, സുഹിനെ നീ എന്തൊക്കെ ഇങ്ങനെ പറയണേ? പറഞ്ഞ മനസ്സിലായില്ലേ? ഇനി ആഗ്രഹമില്ല. ആദ്യം ഒരു കുഞ്ഞിനെ പോറ്റാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കാൻ നോക്ക്. അത് മാത്രമല്ല, ഈ പലചരക്കടയിൽ എടുത്തുകൊടുപ്പും കാര്യങ്ങളൊക്കെ നിർത്തിയിട്ട് വേറെ നല്ല ജോലിക്ക് പോകാൻ നോക്ക്, നല്ല പൈസയുള്ള ജോലിക്ക്. ധർമ്മം പറഞ്ഞു, സുഗനീച്ച് പതുക്കെ പറ, ആരെങ്കിലും കേൾക്കും. കണ്ടില്ലേ, ഒന്ന് ശബ്ദത്തിൽ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും ഈ കുടുംബത്തിലില്ല. അതാ ഞാൻ പറഞ്ഞത്, എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞത്. ധർമ്മം പറഞ്ഞു, സുഗന്യെ പ്ലീസ് ഒന്നും മിണ്ടായിരിക്കും ധർമ്മേട്ടാ, സഹിക്കുന്നതിന് ക്ഷമിക്കുന്നതിന് ഒരു പരിധി ഉണ്ടെന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. ധർമ്മനാണെ വല്ലാത്തൊരു വിഷമമായിപ്പോയി, എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. ആ സമയം സുഗന്യ പറഞ്ഞു, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞേക്കാം, ആ ദേവിയോടുള്ള ഓവർ കെയറിംഗ് ഉണ്ടല്ലോ, അതെനിക്ക് ഒട്ടും അങ്ങോട്ട് പിടിച്ചിട്ടില്ല എന്ന് പറയണ. അത്രയ്ക്ക് കെയറിങ്ങിന്റെ കാര്യമൊന്നും ഇല്ലാന്ന് ധർമ്മന്റെ മുഖത്തടിച്ച പോലെ സുഗന്യ പറഞ്ഞു. അങ്ങനെ കുറെ സമയം കഴിഞ്ഞപ്പോ സുഗന്യ കൃഷ്ണമംഗലത്തേക്ക് വരുവാണ്. രാജശ്രീ സുഗന്യെ കണ്ടു കഴിഞ്ഞപ്പോ ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. എങ്ങനെയുണ്ടായിരുന്നു മോളെ ഹണിമൂണൊക്കെ? ഒന്നും പറയണ്ട എന്റെ രാജശ്രീ ചേച്ചി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും അകത്തുനിന്ന് നന്ദിതേ ഇന്ദിരാമ്മയും കൂടെ ഇറങ്ങി വന്നു. പിന്നീട് നന്ദിത ചേച്ചി, എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതവും കാര്യങ്ങളൊക്കെ? ഒന്നും പറയണ്ട. എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു നരകം പിടിച്ചൊരു ജീവിതം. പെട്ടെന്ന് ഇന്ദിരാമ്മ വെച്ചു, അതെന്താ മോളെ അങ്ങനെ പറയുന്നേ? അവിടെ നിനക്ക് സുഖമല്ലേ ചോദിച്ചു. പിന്നെ സുഖമാണ് പോലും, പേര് മാത്രമേ ദേവമംഗലം എന്നുള്ളൂ. പക്ഷേ ദേവമംഗലത്തിൻ്റെതായ ഒരു ഗുണഗണങ്ങളും ഇല്ല. ഒരു നല്ലൊരു AC ഇല്ല, നല്ലൊരു TV ഇല്ല, നല്ലൊരു ഫർണിച്ചർ പോലും ഇല്ല. എന്ത് ചെയ്യാനാന്ന് പറ. അത് കേട്ടപ്പോ ഇന്ദിരാമ്മ പറഞ്ഞു, അതെ അതൊക്കെ അവിടെ ഉണ്ടല്ലോ, പിന്നെ കൊണ്ടുപോലും എവിടെ ഇരിക്കണേ, എനിക്കൊന്നും അറിയത്തില്ല എന്ന് പറയണം. നന്ദിത പറഞ്ഞു, നല്ല സ്നേഹമുള്ള കുടുംബക്കാരല്ലേ, നല്ല സ്നേഹമല്ലേ വീട്ടിലുള്ളവർക്ക്? ഇന്ദിരാമ്മ പറഞ്ഞു, അതെ അത് മാത്രം മതിയല്ലോ എന്ന് പറയണം. അത് കേട്ടപ്പോ സുകന്യ പറഞ്ഞു, സ്നേഹം? എന്ത് സ്നേഹം? അതെ, ചൂടത്തൊന്ന് കയറി വന്നിട്ട് ഈ സ്നേഹം ഓണാക്കിയാൽ മതിയോ തണുക്കാനായിട്ട്? അങ്ങനെയാണെ പ്രശ്നമില്ലായിരുന്നു. എനിക്കാണ് അവരുടെ സ്നേഹമൊക്കെ ഒരു കപട സ്നേഹമായിട്ടാ തോന്നുന്നത്. ഇപ്പൊ തന്നെ കണ്ടില്ലേ, അവിടെ ദേവി എന്ന് പറയുന്ന ഒരുത്തി പ്രഗ്നന്റ് ആയിരിക്കുന്നു. അവളെ ശുശ്രൂഷിക്കുന്നു. എന്തൊക്കെ നാടകങ്ങൾ അവിടെ നടക്കണേ. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഇന്ദിരാമയ്ക്കും നന്ദിതയ്ക്കും ഒക്കെ ഭയങ്കര വിഷമമായി. അവരൊക്കെ പരസ്പരം നോക്കുവാണ് സുകന്യയുടെ ഈ സംസാരം കേട്ട് കഴിഞ്ഞപ്പോ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത്. ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്ന